നമസ്കാരം. CMSൻ്റെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ്, നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ആറ്റത്തെക്കുറിച്ചും സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആദ്യം ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്. ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതിലേക്ക് വഴിവെച്ച ഒരു എക്സ്പെരിമെൻ്റാണിത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ കാരണമായ പരീക്ഷണമാണ് ഇത്, ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്. അപ്പോൾ ജെ തോംസണാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. നിങ്ങളൊരു ഫിഗർ കാണാം. ഇതിനെ ഡിസ്ചാർജ് ട്യൂബ് എന്നാണ് പറയുന്നത്. ഇതിന് മറ്റൊരു പേര് ക്രൂക്സ് ട്യൂബ് എന്നും അറിയപ്പെടും. കാരണം വില്യം ക്രൂക്സ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ ട്യൂബ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ക്രൂക്സ് ട്യൂബ് എന്നത് അറിയപ്പെടുന്നു. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ വില്യം ക്രൂക്സ് കാഥോഡ് റേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെന്താണ് അദ്ദേഹം ചെയ്തതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ലോ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്തു. എന്നിട്ട് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇത് ഡിസ്ചാർജ് ട്യൂബ് ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് ലോ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട കാര്യം, ആനോഡിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ ഇതിൽ ആനോഡും കാഥോഡും ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റിനെ ആനോഡെന്നും നെഗറ്റീവ് പ്ലേറ്റിനെ കാഥോഡെന്നും പറയും. നിങ്ങളെ ഫിഗറിൽ കാണാം. അതിൽ പോസിറ്റീവ് വരുന്ന ഭാഗത്ത്, ആനോഡിൻ്റെ ഭാഗത്ത്, ആ ഗ്ലാസ് ട്യൂബിൽ ഒരു ഗ്രീനിഷ് ലൈറ്റ്, ഒരു ഫ്ലൂറസെൻ്റ് ലൈറ്റ് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അത് പോസിറ്റീവിൻ്റെ ഭാഗത്ത് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം നെഗറ്റീവ് ചാർജ് ഉള്ള നെഗറ്റീവ് പ്ലേറ്റ് ആ കാഥോഡിൽ നിന്നും നമുക്ക് കാണാൻ പറ്റാത്ത റേസ് ആ പോസിറ്റീവ് ഭാഗത്തേക്ക് വരുന്നത് കൊണ്ടാകാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. കാഥോഡിൽ നിന്നും വരുന്ന അദൃശ്യമായിട്ടുള്ള കിരണങ്ങളാണ് അവിടെ ഗ്രീനിഷ് ലൈറ്റ് വരാൻ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ലോ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്തു, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അവിടെ അപ്ലൈ ചെയ്തു. അദ്ദേഹം കണ്ട കാര്യം, ഒബ്സർവ് ചെയ്ത കാര്യം, ഒരു ഗ്രീനിഷ് ലൈറ്റ്, ആനോഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗ്രീനിഷ് ലൈറ്റ്. അതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത കാര്യം, ഈ ഗ്രീനിഷ് ലൈറ്റിന് കാരണം സം ഇൻവിസിബിൾ റേസ് എമിറ്റഡ് ഫ്രം കാഥോഡ്, കാഥോഡിൽ നിന്നും വരുന്ന അദൃശ്യമായിട്ടുള്ള റേസ്, അത് ഇതിനകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിളുമായിട്ട് കൊളൈഡ് ചെയ്തപ്പോൾ അതിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. നമുക്കിതിനെ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ചിലർ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളുണ്ടാവും. ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഇംഗ്ലീഷിലോട്ട് പറയാണ്. വില്യം ക്രൂക്സ് കണ്ടക്റ്റഡ് ദിസ് എക്സ്പെരിമെൻറ്റ്. He passed electricity through gas taken in a discharge tube. He observed a greenish light at the anode side. He concluded that this greenish light is due to the collision of some invisible rays emitted from cathode. He named this rays as cathode rays. ഒരിക്കൽ കൂടെ, William Crookes conducted this experiment.
He passed electricity through gas taken in a discharge tube. He observed a greenish light on the walls of the discharge tube at the anode side. He concluded that this greenish light is due to the emission of some invisible rays from cathode. He named this rays as cathode rays. അപ്പോൾ കാഥോഡ് റേസിൻ്റെ കണ്ടുപിടുത്തമാണ് പിന്നീട് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വില്യം ക്രോക്സ് ഈ എക്സ്പെരിമെൻ്റ് വഴി കാഥോഡ് റേസ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. കാഥോഡിൽ നിന്നും വരുന്ന അദൃശ്യമായിട്ടുള്ള റേസ് ആണ് ഇവിടെ ഗ്രീനിഷ് ലൈറ്റിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഈ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്, കാഥോഡ് റേസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കാഥോഡ് റേസ് ഒറിജിനേറ്റ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. കാഥോഡ് റേസ് കാഥോഡിൽ നിന്നും വരുന്നു, അത് ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്നു. as they move towards anode they have negative charge. ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആനോഡ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഈ പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉള്ളത്. 3, ദേ ട്രാവൽ ത്രൂ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നോക്കാം, താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും വരുന്ന റേസിൻ്റെ ഒരു പിക്ചറാണ്. അതിൽ ആനോഡും കാഥോഡും ഉണ്ട്. അവിടെ ഒരു ക്രോസ് വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണാം. ഒരു ഗ്രീനിഷ് ലൈറ്റ്, ആ ഫ്ലൂറസെൻ്റ് ലൈറ്റ് കാണാം. ആ ക്രോസിൻ്റെ ഷാഡോ ആണ് ആ എൻഡിൽ കാണുന്നത്. അപ്പോൾ ആ ക്രോസിൻ്റെ ഷാഡോ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ദേ ട്രാവൽ ത്രൂ സ്ട്രെയിറ്റ് ലൈൻ. ഈ റേസ് സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. അതാണ് ആ ക്രോസിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ ഇമേജ് വന്നത്. ഇനി നാലാമത്തെ കാര്യം, ദേ ആർ ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലും അത് സഞ്ചരിക്കുന്ന പാത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിക്കാം. അതായത് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് ഡീവിയേറ്റ് ചെയ്ത് പോകാം ഇലക്ട്രിക്കോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ ഫിഗർ നോക്കുക. അതിൽ മുകളിലായിട്ട് ഒരു മാഗ്നറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മാഗ്നറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ പ്രസൻസ് വന്നപ്പോഴത്തേക്കും ആ ഷാഡോ നേരത്തെ ഇരുന്ന പൊസിഷനിൽ നിന്നും അല്പം താഴ്ന്നാണ് ഇപ്പോൾ കാണുന്നത്. ആ ക്രോസിൻ്റെ ഷാഡോ അല്പം താഴ്ന്നിരിക്കുന്നു. കാരണം അവിടെ കാഥോഡ് റേസിൻ്റെ ഡീവിയേഷൻ സംഭവിച്ചത് കൊണ്ടാണ് ആ ക്രോസിൻ്റെ ഇമേജ് കുറച്ച് താഴോട്ട് വന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ ഈ കാഥോഡ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. 5, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. ഇതൊരു മെറ്റീരിയൽ പാർട്ടിക്കിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. മീൻസ് ആ കാഥോഡ് റേസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ ഷാഡോ ഉണ്ടായി. ഒരു ക്രോസ് വെച്ചപ്പോൾ അതിൻ്റെ ഷാഡോ ഉണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ കാഥോഡ് റേസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ്. ആറാമത്തേത്, ദേ അയണൈസ് ദി ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. ഏത് ഗ്യാസിലൂടെയാണോ പോകുന്നത് ആ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നു. ഇത്രയുമാണ് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്. കാഥോഡ് റേസ് കാഥോഡിൽ നിന്നും വരുന്നു, ആനോഡിലേക്ക് പോകുന്നു. ആനോഡിലേക്ക് പോകുന്നത് കൊണ്ട് അതിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. ഇത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ദേ അയണൈസ് ദി ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. ഏത് ഗ്യാസിലൂടെയാണോ പോകുന്നത് ആ ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നു. ഇത്രയുമാണ് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് അദ്ദേഹം കാഥോഡ് റേസ് കണ്ടുപിടിച്ചതും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കണ്ടുപിടിച്ചതും. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് വില്യം ക്രോക്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കണ്ടത് ഒരു ഡിസ്ചാർജ് ട്യൂബിലൂടെ ഗ്യാസ് എടുത്തിട്ട് കറണ്ട് കടത്തിവിട്ടപ്പോഴത്തേക്കും ആനോഡിൻ്റെ ഭാഗത്തായിട്ടൊരു ഗ്രീനിഷ് ലൈറ്റ് കണ്ടു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കി കാഥോഡിൽ നിന്നും വന്ന അദൃശ്യമായിട്ടുള്ള റേസാണ് ഈ ഫ്ലൂറസെൻ്റ് ഇവിടെ
ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതിന് കാഥോഡ് റേസ് എന്ന പേര് കൊടുത്തു. ഇനി ജെ തോംസൺസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ജെ തോംസണാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അതായത് മുൻപ് പലരും നെഗറ്റീവ് ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു എവിഡൻസ്, ഒരു പ്രൂഫ് ഉണ്ടാക്കിയത് ജെ തോംസണാണ്. അദ്ദേഹം ചെയ്തതും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ തന്നെയാണ്. പക്ഷേ അതൊരു മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബാണ്. നിങ്ങൾ മുകളിലത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് ഒരു മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഫിഗർ. അതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാഥോഡ് ആനോഡ് നിങ്ങൾക്ക് കാണാം. പിന്നെ നോർത്ത് സൗത്ത് പോൾസ് ഓഫ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് പോൾ നിങ്ങൾക്ക് കാണാം. ഒരു സർക്കുലാർ സ്ട്രെയിൻ കാണാം. അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീവിയേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജെ തോംസൺ മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബിൽ ഈ എക്സ്പെരിമെൻ്റ് ഒരിക്കൽ കൂടെ കണ്ടക്ട് ചെയ്തു. അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കൊടുത്ത് ഈ കാഥോഡ് റേസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു. ആ ഫിഗറിൽ, രണ്ടാമത്തെ ഫിഗറിൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കാതിരിക്കുമ്പോൾ ആ കാഥോഡ് റേസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തു നോക്കുക, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടും മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, കാഥോഡ് റേസിൻ്റെ ഡയറക്ഷൻ താഴോട്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് റേസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ ഒരു ഡോട്ട് പോലെ, അതായത് പാർട്ടിക്കിൾസ് അവിടെ കടന്നു പോകുമ്പോൾ ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിലൊരു ഷാഡോ പോലെ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സഞ്ചരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുമ്പോൾ ഡീവിയേഷൻ വരും എന്നൊക്കെ മനസ്സിലാക്കുന്നത് ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിലെ ഷാഡോ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജെ തോംസൺ ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള ഒരു റേഷ്യോ കണ്ടുപിടിച്ചു. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ചാർജ് ടു മാസ് റേഷ്യോ E/m. E എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ ചാർജും M എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ മാസുമാണ്. അത് കണ്ടുപിടിച്ചത് E/b²R എന്ന ഫോർമുല വെച്ചിട്ടാണ്. അവിടെ ക്യാപിറ്റൽ E സൂചിപ്പിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്, B എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളിവിടെ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്, ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആണ് R. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും റേഡിയസും വെച്ചിട്ട് അദ്ദേഹം ഒരു റേഷ്യോ, ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇതാണ്, 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതാണ് ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ ജെ തോംസൺ കണ്ടുപിടിച്ചു. അതിനുശേഷം മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, R.A. മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമില്ലാത്തതുകൊണ്ടും ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം ആ എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജ് വാല്യൂ കണ്ടുപിടിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് E = 1.6 × 10⁻⁻19 കൂളോംബ്. ഇതാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് വാല്യൂ മില്ലിക്കൺ കണ്ടെത്തിയത്. ഇനി we have E/m = 1.76 × 10⁻11. ജെ തോംസൺ കണ്ടെത്തിയ വാല്യൂ ആണ്. ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ നമുക്ക് 1.76 × 10⁻11 ആണെന്നറിയാം. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19 കൂളോംബാണെന്ന് മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും കണ്ടെത്തി. അപ്പോൾ ഇതിൽ നിന്ന് E/m ഉം Eയും അറിയാമെങ്കിൽ നമുക്കതിൽ നിന്ന് M കണ്ടുപിടിക്കാം. E/mൻ്റെ വാല്യൂ 1.76 × 10⁻11 ഇതിലെ Eക്ക് പകരം 1.6 × 10⁻19 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.76 × 10⁻11
1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടും. ഇതിൽ നിന്നും m കണ്ടുപിടിക്കാനായിട്ട് എമ്മിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 1.76 ഇൻറ്റു 10⁻11 നേരെ താഴെ വരും. അപ്പോൾ m ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ 1.76 ഇൻറ്റു 10⁻11 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടും. എമ്മിൻ്റെ വാല്യൂ 9.1 ഇൻറ്റു 10⁻31. റൗണ്ട് ചെയ്തെടുത്ത വാല്യൂ ആണ്. 9.1 ഇൻറ്റു 10⁻31 എന്ന് കിട്ടും. ഇതാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ആദ്യം കാഥോഡ് റേസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കാഥോഡ് റേസിൻ്റെ കണ്ടുപിടുത്തമാണ്. പിന്നെ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് കഴിഞ്ഞ് ജെ തോംസൻ്റെ എക്സ്പെരിമെൻറ്റ്, അദ്ദേഹം ആ എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജ് വാല്യൂ കണ്ടെത്തി. അപ്പോൾ ഈ ചാർജ് ടു മാസ് റേഷ്യോയും ഇലക്ട്രോണിൻ്റെ ചാർജും വെച്ചിട്ട് നമ്മളിപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ പറഞ്ഞാൽ മാത്രമേ അത് മുന്നോട്ടുള്ള ക്ലാസ്സിന് ഒരു പ്രചോദനമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസ് പറയുക.